ഇന്ന് തയ്യാറാക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതൊരു സ്നാക്സ് ആയിട്ടും കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു ഗ്ലാസ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പാല് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാല് എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ഇളം ചൂടുവെള്ളം കൂടെ എടുക്കുന്നുണ്ട്. അതുകൂടെ ഈ പാലിനൊപ്പം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 2 സ്പൂൺ പഞ്ചസാരയാണ്. ഈ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ തന്നെ ഒരു 2 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സായ ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മൈദമാവാണ്. പാലെടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതുകൂടെ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അധികം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഒന്നിച്ച് മാവിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് ഫെർമെൻ്റ് ആവുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതൊരു ക്ലോത്ത് ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. 15 മിനിറ്റിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാകും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫെർമെൻ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അടച്ച അടപ്പ് ടൈറ്റായി പോയി ഇതിലിരുന്നിട്ട്. അപ്പോൾ കുറച്ച് ഗ്യാപ്പുള്ള ഒരു അടപ്പ് വെച്ചിട്ട് വേണം നിങ്ങൾ അടച്ചു കൊടുക്കുന്നതിനായിട്ട്. ഇനി ഇതൊരു ഹാൻഡ് വിസ്ക് വെച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഫോമിലായിരിക്കും ഈ സ്റ്റേജിൽ നമുക്കിത് കിട്ടുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ്. ഈ മുട്ട കൂടെ ഒന്ന് ഉടച്ച ശേഷം ഞാൻ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്കൊരു 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് വീണ്ടും മൈദമാവ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് ഏകദേശം പാലെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 5 ഗ്ലാസോളം മൈദമാവ് ആവശ്യമായി വന്നിട്ടുണ്ട്. കുറേശ്ശെയായി ഇതിലേക്ക് മാവിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൈകളിലൊക്കെ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കുറച്ച് ടൈം എടുക്കും ഇത് കുഴച്ച് ആ ഒരു പരുവത്തിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റേജായി കഴിഞ്ഞപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയ ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കയ്യിലൊന്നും അധികം സ്റ്റിക്ക് ചെയ്യാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ ഇതൊന്ന് തയ്യാറാക്കി എടുത്ത ശേഷം ഇത് വീണ്ടും ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിനായിരിക്കും ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കയ്യിലൊരല്പം എണ്ണ തടവിയ ശേഷം ഇതൊന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇതൊന്ന് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടായിരിക്കും ഈ സമയത്ത് മാവ് കിട്ടുന്നത്. ഈ തയ്യാറാക്കിയ മാവിൽ നിന്ന് ഒരു പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു സർഫസിലേക്ക് വെച്ച് ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. തീരെ കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഞാനിത് ഈ ഒരു രീതിയിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ചിട്ടല്ല പരത്തിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്.
ഞാനൊരു ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്, റൗണ്ട് ഷേപ്പിലുള്ളൊരു പാത്രം. ഇത് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ചുകൂടി വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം. അപ്പോൾ ഞാൻ ഇത്രയും ചെറിയ ഷേപ്പിലാണിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചാൽ മതിയാകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെട്ടെന്ന് തന്നെ പുറം ഒരിഞ്ഞു പോവുകയും അകവശത്തോട്ട് അധികം വേവ് കയറാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യവുമില്ല. ഒരു സൈഡ് ഒന്ന് പാകമായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ആദ്യം തയ്യാറാക്കിയ ബാച്ചിൽ ഒരു സൈഡിൽ ഫ്ലെയിം കൂടുതലായതുകൊണ്ട് ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. എല്ലാത്തിനുമില്ല, 1-2 ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രൗണിഷ് കളർ ആവാതെ എല്ലാം ഒരേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇത് ചിക്കൻ കറിക്കൊപ്പം ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വ്യത്യസ്തത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്